ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി മാത്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് വിരാട് കോഹ്ലി. ഏതാണ്ട് 28 കോടിയിലധികം ആളുകളാണ് അദ്ദേഹത്തെ ഒരേ സമയം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യണമെങ്കിൽ $1 മില്യൺ വാങ്ങുന്നത്. അതായത് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 10 കോടി രൂപയോളം വരും. അങ്ങനെ താരമൂല്യമുള്ള ഒരാൾ സൈൻ ചെയ്ത ഒരു ക്രിക്കറ്റ് ബാറ്റ് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സൈൻ വിരാട് കോഹ്ലിയുടേതാണ്. ഈ സൈൻ ചെയ്ത ബാറ്റ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഏത് മലയാളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു കൗതുകമുള്ള കാര്യം തന്നെയാണ്. ഈ നിൽക്കുന്ന മനുഷ്യൻ സിബി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലൈസൺ ഓഫീസറായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഏക മലയാളി. ആ ഒരു സ്ഥാനത്തേക്ക് ഇന്നേ വരെ ഒരു മലയാളിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ബംഗ്ലാദേശ് ടീമിൻ്റെ ലൈസൺ ഓഫീസറായിരുന്നു. ലൈസൺ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്രിക്കറ്റ് മാച്ച് തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ഓരോ നിമിഷങ്ങളിലും ഈ ക്രിക്കറ്റ് താരങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തി, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു പോയിന്റാണ് ഈ ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അല്ലെങ്കിൽ ബുംറയും അടക്കമുള്ള നമ്മുടെ ക്രിക്കറ്റ് നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി കാണുന്ന താരങ്ങളൊക്കെയും അവരുടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുകയും മറുപടി കൊടുക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു പോസ്റ്റിൽ ഒരു മലയാളി എത്തിച്ചേരുക എന്ന് പറയുന്നത് അത് അത്യപൂർവമായ ഒരു നേട്ടം തന്നെയാണ്. അങ്ങനെ പ്രവർത്തിച്ച് അദ്ദേഹം ഇപ്പം കുറച്ച് സമയത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ്. ആ സമയത്താണ് ഈ ഒരു കാര്യം അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. ഈ ക്രിക്കറ്റ് ബാറ്റ്, അതായത് വിരാട് കോഹ്ലി സൈൻ ചെയ്ത ക്രിക്കറ്റ് ബാറ്റ് ലേലം ചെയ്യുക. ആ ലേലം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതിനെക്കുറിച്ച് പറയുകയാണ്. പറയും. ലേലം ചെയ്തതിന് ഉദ്ദേശം, ആ ലേലം ചെയ്ത് ലഭിക്കുന്ന തുക വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനങ്ങളായിട്ട് ചിലവാക്കുന്നതായിരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ ഈ ജനങ്ങളെ സഹായിക്കേണ്ട ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ഒരു വ്യക്തികൾ എന്നുള്ളതിന് നമുക്ക് പല പരിമിതികളുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു വസ്തു എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി സൈൻ ചെയ്ത ബാറ്റാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ ഇപ്പോൾ നല്ലത് അത് ലേലം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുക ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം. ചില അത് ആരെയാണോ ചെയ്യുന്നത് അവരെ ഏൽപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അത് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനെന്നുള്ള വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ തീർച്ചയായും കൂടുതലായിരിക്കും അത്. അപ്പം ഈ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇവിടെ വിരാട് കോഹ്ലി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മൂന്നും കൂടി ഒരു കോമ്പിനേഷൻ ഒത്തു വന്നാൽ ഒരു പക്ഷേ നല്ലൊരു തുക സംഭാവനയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ തുക ആരാണോ കോട്ട് ചെയ്യുന്നത് അവർക്ക് ഈ ബാറ്റ് സ്വന്തമാക്കാം. ആ തുക ഒരു പൈസ പോലും കുറയാതെ അതിൽ എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ എത്തിയിരിക്കും. അതെ. അപ്പോൾ അതിനൊരു സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഓഗസ്റ്റ് 20 തീയതി വരെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് ലേലമൊന്നുമല്ല. ഈ നമ്പറിലേക്ക്, അത് സിബി ഗോപാലകൃഷ്ണൻ്റെ നമ്പർ തന്നെയാണ്, ആ നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ നൽകാൻ കഴിയും. ആ തുക പറയുക. 20 തീയതി വരെ വരുന്ന തുക നോക്കിയിട്ട് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞതാരാണ്, അല്ലേ, അദ്ദേഹത്തിന് അത് കൈമാറുക എന്നുള്ളതാണ്. അന്ന് നമ്മളത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം ഒരുപക്ഷെ ഇതൊന്നും ചിലപ്പം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ലേലത്തിൽ പങ്കെടുത്തൊന്നും വാങ്ങാൻ ആഗ്രഹമില്ലാത്തവരാണെന്ന് ചിന്തിക്കേണ്ട. ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളൊരു നന്മയുടെ ഭാഗമാകുന്നു. വയനാടിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രയാസകരമായ അവസ്ഥയിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ അതിനെ ഒരു കൈത്താങ്ങാകാം. അപ്പോൾ ഈ പ്രവർത്തനത്തിലൂടെ ഒരു നല്ല തുക കിട്ടുകയാണെങ്കിൽ അത് വയനാട്ടിലേക്ക് ആ സഹോദരങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ്. അപ്പോൾ ഈ വിവരം, ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കായിക ലോകത്തെ താരങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഒരു ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇതിനൊന്നും സമ്പത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പണത്തിനപ്പുറത്തേക്ക് മൂല്യം കൽപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? അവരെ സംബന്ധിച്ച് വിരാട് കോഹ്ലി സൈൻ ചെയ്ത ഒരു ബാറ്റ്, ആ സൈന് നൽകുന്ന വിലയെന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഇത് പോകട്ടെ എന്നുള്ളതാണ്. അപ്പം ഈ വിളിക്കുന്ന കോളുകളൊന്നും ഒരു വിശേഷങ്ങൾ അറിയാൻ ഉള്ള കോളുകളായി മാറരുത്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ വിളിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് കുറച്ചൊരു സമയമേ ഉള്ളൂ. ആ സമയത്തിനിടയിൽ തന്നെ നമുക്ക് ഈ ബാറ്റ് ലേലം ചെയ്യണമെന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും സിബി ഗോപാലകൃഷ്ണൻ എന്ന ഈ അപൂർവ അവസരങ്ങളിലേക്ക് എത്തിച്ചേർന്ന മലയാളിയുടെ വ്യത്യസ്തമായ ഈ ആശയം മലയാള സമൂഹം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു തുക കണ്ടെത്തി നമ്മുടെ പ്രിയപ്പെട്ട വയനാടിലെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാൻ, അത് പിറ്റേ ദിവസം തന്നെ അതില്ലേ നമുക്ക് 20 തീയതി ലേലം ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ കൈമാറുക എന്നുള്ളതാണ്. പരമാവധി ഷെയർ ചെയ്യുക.
ഇത് ആരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്നുള്ളതും അതും ഒരു പ്രത്യേകതയുള്ള കാര്യമായിരിക്കും. അതെ 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 ഇനി പറയാം, വിരാട് കോഹ്ലി സൈൻ ചെയ്ത ക്രിക്കറ്റ് ബാറ്റ് എൻ്റെ കയ്യിലാണുള്ളതെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന അതെങ്ങനെ സ്വന്തമാക്കി എന്നുള്ളതും അഭിമാനിക്കാവുന്ന തന്നെ ഒരു കാര്യമാണ്. അതെ, കാരണം ഇത് വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു കാര്യമല്ല, ബന്ധങ്ങളോ സൗഹൃദങ്ങളോ വെച്ച് വാങ്ങിയിട്ടുള്ള കാര്യമല്ല. അതായത് സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരു സൈനാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെന്നല്ല, അങ്ങനെ ആണ് അല്ലേ? കാരണം അത്ര കണ്ട് മൂല്യമുള്ള ഒരു വസ്തുവാണ് സിബി ഗോപാലകൃഷ്ണന്റെ കയ്യിരിക്കുന്ന വിരാട് കോഹ്ലി സൈൻ ചെയ്ത ക്രിക്കറ്റ് ബാറ്റ്.